കാതൽ ദേശം എന്ന സിനിമയിൽ നായികവേഷം ചെയ്ത് 90കളിൽ തരംഗമായി നിന്ന താരമായിരുന്നു അബ്ബാസ്. 2015 ശേഷം സിനിമയിൽ സജീവമല്ലെങ്കിലും ടോയ്ലറ്റ് ക്ലീനർ ഹാർപ്പിക്കിന്റെ വൈറൽ പരസ്യത്തിലൂടെ ഇപ്പോഴും ആരാധകരുടെ സ്വീകരണ മുറികളിൽ ഇടയ്ക്കിടെ വന്ന് പോകാറുണ്ട് താരം. അതിനാൽ തന്നെ അന്നും ഇന്നും 25കാരൻ അബ്ബാസിന്റെ മുഖമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞുപോയത്. 50 എത്തി നിൽക്കുന്ന താരം ന്യൂസിലൻഡിലാണ് സെറ്റിലായിരിക്കുന്നത്. ലൈം ലൈറ്റിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് നോർമൽ ലൈഫ് ആസ്വദിക്കാൻ സാധിക്കുന്നതിൻ്റെ തൃപ്തിയിലാണ് താരം ഇപ്പോൾ. എന്നാൽ നടനെക്കുറിച്ച് അടുത്തിടെ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. സിനിമയും വരുമാനവുമില്ലാതെ അബ്ബാസ് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്നതായിരുന്നു വാർത്ത. ഇപ്പോഴിതാ അന്ന് പ്രചരിച്ച വാർത്തകളിലെ സത്യാവസ്ഥ താരം തന്നെ വെളിപ്പെടുത്തുന്നു. ന്യൂസിലൻഡിൽ സെറ്റിൽഡാണ്. ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ എന്താണ് ജോലി എന്നത് വെളിപ്പെടുത്താനാവില്ല. ഇതിനു മുൻപ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഫ്രീ ടൈമിൽ ബൈക്ക് റൈഡാണ് താല്പര്യം. തനിക്ക് പെട്രോൾ പമ്പിലാണ് ജോലിയെന്ന് പ്രചരിപ്പിച്ച് ആളുകൾ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്തത് അറിഞ്ഞിരുന്നു. അബ്ബാസ് പാവം ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന തലത്തിലേക്ക് വരെ അത് എത്തി. ന്യൂസിലാൻഡിലേക്ക് ആദ്യമായി വന്ന സമയത്ത് ഒരു ബിസിനസ് എനിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല പുതിയതെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. ഭാവിയിൽ സിനിമാ ജീവിതത്തിനും ഈ അനുഭവങ്ങൾ ഉപകാരപ്പെടുമെന്ന് കരുതി. അതിൻ്റെ ഭാഗമായി വീടിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ ജോലിക്ക് കയറി. 10 ദിവസം ജോലി ചെയ്തു. പക്ഷേ അത്ര ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നും ആ ജോലിയിലില്ലാത്തത് കൊണ്ട് പിന്നെ പോയില്ല. അതിനുശേഷം വേറെയും നിരവധി ജോലികൾ ചെയ്തു. ഇന്ത്യയിൽ ഇതൊന്നും പരീക്ഷിക്കാൻ തനിക്ക് അവസരം കിട്ടില്ല. അഥവാ ചെയ്യാൻ ശ്രമിച്ചാലും ആളുകൾ പറയും ഭ്രാന്താണെന്ന്. ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇവിടെയുണ്ട്, ഇന്ത്യയിൽ അതില്ല. ബൈക്ക് മെക്കാനിക്കായും കൺസ്ട്രക്ഷൻ വർക്കും കോൾ സെൻറ്ററിലും ജോലി ചെയ്തു. ഇന്ത്യയിൽ 2 ബിസിനസ് തനിക്കുണ്ട്. ഏത് ജോലി ചെയ്യാനും തനിക്ക് മടിയില്ല. എല്ലാം ഒരു അനുഭവമായിട്ടാണ് കാണുന്നതെന്നും അബ്ബാസ് പറയുന്നു. ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന സിനിമാ സൗഹൃദങ്ങളെക്കുറിച്ചും നടൻ മനസ്സ് തുറന്നു. തനിക്കൊപ്പം അഭിനയിച്ച എല്ലാ നായികമാരെയും തനിക്ക് ഇഷ്ടമാണ്. ഒരാളുടെ പേര് മാത്രം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദേഷ്യം വരും. എല്ലാവരുമായും ക്ലോസ് ഫ്രണ്ട്ഷിപ്പുണ്ട്. ഏറ്റവും അധികം താൻ സ്പോയിൽ ചെയ്ത സൗഹൃദം ആരുമായി ഉള്ളതാണെന്ന് ചോദിച്ചാൽ രംഭ എന്ന് പറയേണ്ടി വരും. സെറ്റിൽ ഒരുമിച്ചുണ്ടാകുമ്പോഴെല്ലാം രംഭയ്ക്ക് ഞാൻ ചോക്ലേറ്റ് കൊടുക്കുമായിരുന്നു. ഡയറ്റിലാണെന്ന് നിരന്തരം പറയുന്നത് കൊണ്ട് ടീസ് ചെയ്യാനാണ് താൻ അങ്ങനെ ചെയ്തിരുന്നത്. രംഭയുടെ അമ്മ വളരെ സ്ട്രിക്റ്റാണ്. ചോക്ലേറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞ് തന്നെ വിലക്കുമായിരുന്നു. അതുപോലെ തൻ്റെ ഫീമെയിൽ വേർഷനാണ് റീമാസൻ എന്ന് തോന്നിയിട്ടുണ്ട്. ബഡ്ഡികളാണ് ഞങ്ങൾ. മാധവൻ, ശ്യാം, സിമ്രാൻ, സൂര്യ, ജ്യോതിക, പ്രഭുദേവ, റിമ, രംഭ, വിനീത്, സംഗീത എന്നിവരുമായി ആരംഭകാലം മുതലുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് ഇടയ്ക്ക് ട്രിപ്പ് പോകാറുണ്ട്. പക്ഷേ അടുത്തിടെ അവർ പോയപ്പോൾ തനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞില്ലെന്നും താരം പറഞ്ഞു. സിനിമയിലെത്തി തൊട്ടടുത്ത വർഷം തന്നെയായിരുന്നു നടന്റെ വിവാഹം. 2 മക്കളുടെ പിതാവുമാണ്.